നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 28 ഏപ്രിൽ 2026. അപ്പോൾ നമ്മുടെ ഗ്യാസ് അതുപോലെ തന്നെ പെട്രോള് കംപ്ലീറ്റ് നിൽക്കാൻ പോവുകയാണ്. നിൽക്കാൻ പോകുന്നതിൻ്റെ ഒരു കാരണം മുസ്ലിങ്ങളും നസ്രാനികളും കൂടി കൂട്ടത്തല്ല്. അതുമാത്രമല്ല, നിരവധി നിരപരാധികൾ മരിക്കുന്നു. ഈ രണ്ട് കൂട്ടരെയും വിവരക്കേട് അത് ചോദ്യം ചെയ്യാനും മറ്റുള്ളവരെ കൊണ്ട് സാധിക്കുന്നില്ല. മുസ്ലിങ്ങൾ എന്നും നല്ല മുസ്ലിങ്ങൾ ഒരിക്കലും കച്ചറക്ക് പോവില്ല, നല്ല മുസ്ലിങ്ങൾ പോകും. അപ്പോൾ കച്ചറക്ക് പോകുന്ന ആരാന്ന് മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ നല്ല നസ്രാനികളാരും തകരാറിന് പോവില്ല. അവർ സുഖമായി ജീവിക്കാനേ നോക്കും. വലിയ വിദ്യാഭ്യാസം ഉള്ള ആളുകൾ, വലിയ പഠിപ്പ് പഠിച്ചോളൊന്നും നമ്മുടെ ഒരു കാര്യത്തിനും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന കാര്യമാണ്. ഇനി കേരളത്തിലെ ജനങ്ങൾ മോശത്തരം ചെയ്ത കാര്യത്തിനെക്കുറിച്ചാണ് അടുത്തത് സൂചിപ്പിക്കുന്നത്. അത് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്ക് ബാധിക്കാൻ തന്നെ ചെയ്യും. ഒന്ന്, 20 കോടി ആളുകളുടെ ജോലി. രണ്ടാമത് 25,000 രൂപ വയസ്സുള്ള ആളുകൾക്കുള്ള പെൻഷൻ. അത് രണ്ടും നഷ്ടത്തിലാകാനാണ് പോകുന്നത്. 1 രൂപ കിട്ടില്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ. ഒരാളുടെ ഒരു കാര്യം നടക്കില്ല. CPM നിന്നിട്ട് കട്ട് മുടിപ്പിച്ചിട്ട് തുമ്പില്ലാണ്ടാക്കുകയും ചെയ്തു. ഒരു പക്ഷേ BJPയുടെ ഇതിൽ തന്നെ ഞാനല്ലാണ്ട് ആരും വന്നിട്ട് ഇക്കാര്യത്തിന് പരിഹാരമാവില്ല. കാരണം അതാ സംവിധാനം അങ്ങനെയാണ്. പട്ടിണി കിടക്കുന്നവന് എൻ്റെ കയ്യിൽ സാധനം കിട്ടുമ്പോഴേ മറ്റുള്ളവൻ്റെ വിശപ്പറിയുള്ളൂ. ഈ കട്ടിട്ട് ഇഷ്ടംപോലെ തിന്നിട്ടും നുണ പറഞ്ഞിട്ടും പരിചയമുള്ള, ഉദാഹരണത്തിന് 5ാം ക്ലാസ്സിൻ്റെ മുകളിൽ വിദ്യാഭ്യാസം പഠിച്ച ഒരുത്തനെയും ഒരു കാര്യത്തിനും ആക്കരുത്, ഒരു സ്ഥലങ്ങളിലും ആക്കരുത്. ഉദ്യോഗത്തിനടക്കം അവരെ പറ്റില്ല. കാരണം അവർ മോശത്തിലേ ചെയ്യും. പല കാര്യങ്ങളും അങ്ങനെയുള്ളത്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പരിശോധിച്ച് നോക്കും. കാരണം ഇക്കാലം ഇത്ര വലിയ ഒരുപാട്, ഒരു കൊല്ലത്തിൽ 5 ലക്ഷം IAS ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് 2 ഇരട്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ 20 ഇരട്ടി ലോക്കൽ പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഈ നാട്ടിൽ പിന്നെ അതിൻ്റെ 20 ഇരട്ടി കൂടുതൽ PSC വഴിയും അല്ലാതെയും സർക്കാർ ജോലിക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എത്ര ആൾക്ക് തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി? എന്തെങ്കിലും ഒരു നല്ല കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എവിടെയും ഉണ്ടാവില്ല, ഉണ്ടാക്കുകയില്ല. ഒരു ഉദ്യോഗസ്ഥന് അതിനുള്ള വിവരമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കും വാർത്താമാധ്യമമൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഒരു കണക്കിന് നല്ല കാര്യമാണ്. കാരണം പുറമൊന്നും പറയണല്ലോ. മാത്രമല്ല, ഞാൻ പറയണത് എൻ്റെ ചിലവിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആ ഇൻ്റർനെറ്റ് ചാർജ് ചെയ്യണ്ട, ഇൻ്റർനെറ്റിൻ്റെ പൈസ ഇനി കട്ടണ്ട, ഒരു ഫോണിലും കട്ടണ്ട, ഒരാൾ കൊടുക്കണ്ട. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തട്ടിപ്പ് കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ആ നെറ്റ് എടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അത് കംപ്ലീറ്റ് കട്ട് ചെയ്യണം. അതുപോലെ പോലീസുകാർക്കുള്ള ശമ്പളവും മുഴുവൻ നിർത്തിയിടണം. പോലീസുകാരും ഡോക്ടർമാരെയും ശമ്പളം മുഴുവൻ നിർത്തിയിടണം. ഒരു പണിയെടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് സമരം നടക്കുകയാണ്. ഇന്ന് സമരം നടക്കുമ്പോൾ ശരിക്കും ന്യായപ്രകാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 2 ദിവസം മുമ്പേ പല സ്ഥലങ്ങളിലും പാമ്പ് കടിച്ചിട്ട് ആശുപത്രിയിൽ കൊടുത്തിട്ട് മരുന്നില്ലാണ്ട് മരിച്ചു. അപ്പോൾ ഈ ബുദ്ധിയുള്ള ആളുകൾ ആശുപത്രിക്കെതിരെ എന്തേ സമരം ചെയ്യാൻ? ഈ തട്ടിപ്പ് നടത്തുന്നത് ഉറപ്പല്ലേ? ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കയ്യും കൊണ്ടാണ് ഈ പണി നടക്കുന്നത്, മോശം പണി നടക്കുന്നതെന്ന് ഉറപ്പല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് സമരം ചെയ്തില്ല? അപ്പോൾ ഇതിലെന്താ നിങ്ങൾക്ക് മനസ്സിലായി? ഒരാളെങ്കിലും പിന്നെ അതിന് ശരിക്കുള്ള മരുന്നുണ്ട്, അവർ രക്ഷപ്പെടും എന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ? ഇല്ല. പറയാനും അതിന് വിവരമില്ല. അവർ കേരളത്തിലുള്ള ഒരു വിദ്യാഭ്യാസം പഠിച്ചവനും ഒരു പണ്ഡിതനും വിവരമില്ല. അത് നമ്മൾ നോക്കിയിരുന്നത് കാണാം. ഇവിടുത്തെ മാത്രമല്ല, ഇപ്പോൾ ഇറാനാണ് മേച്ച് നിൽക്കുന്നത്. ഇറാനിലെയും ഇക്കാര്യത്തിന് വിവരമില്ലാന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. ഉണ്ടെങ്കിൽ അവിടുത്തെ ഈ അപകടം പറ്റിയ ആളുകൾക്കുള്ള വൈദ്യസഹായം അതിന് പറ്റുന്ന ആളുകളെ നിർത്തി പെട്ടെന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സാധനം ഇല്ല. ഗുഡ് ബൈ.